കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് താരങ്ങളുടെ വാർത്തകളാണല്ലേ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ 2020 ആയിട്ട് അടിച്ചു പിരിഞ്ഞു. സംഭവം സാമ്പത്തികമാണ് അവിടെയും പ്രശ്നം. ലവൻ്റെ 20 ലക്ഷം രൂപ വിലയുള്ള BMW ബൈക്ക് ഇലക്ഷന് നിന്ന സമയത്ത് 10 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടാണ് ഇലക്ഷൻ പ്രചരണം നടത്തിയെന്നാണ് കോട്ടാത്തല വന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പാർട്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടും എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ലവന്മാരെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതും ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് നിന്ന് 8 നിലയിൽ പൊട്ടിയതും. അതിനുശേഷം അടുത്ത ഒരു വിവാദം എന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണൻ നമ്മുടെ വേദാലക്ഷ്മി തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റോബിൻ വന്നിട്ടൊരു വെടി അങ്ങോട്ട് പൊട്ടിച്ചു. വേദാലക്ഷ്മി തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന രീതിയിലാണ് പുള്ളിക്കാരി ഓരോ തെളിവുകൾ അങ്ങോട്ട് എടുത്തിട്ടത്. എടാ റോബിനെ, നീ എവിടുന്ന് നിർത്തുന്നോ ഞാൻ അവിടുന്ന് തുടങ്ങുമെന്നും പറഞ്ഞുകൊണ്ടാണ് അടി തുടങ്ങിയത് കേട്ടോ. ഏതാണ്ട് 40 ലക്ഷം രൂപയോളം ഈ പറയുന്ന റോബിൻ ഹണി ട്രാപ്പ് മുഖേനയൊക്കെ പറ്റിച്ചെന്നൊക്കെയാണ് വേദാലക്ഷ്മിയുടെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ വന്നത്. ഇപ്പോൾ വീണ്ടും അടുത്തൊരു വിവാദം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില വീഡിയോകളൊക്കെ വന്നത്. അതായത് ഇവൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഭാര്യ മറ്റൊരു സുഹൃത്തുമായിട്ട് ഒളിച്ചോടി പോയി എന്ന തരത്തിൽ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ശരിയായില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്. ശരിക്കും പുള്ളിക്കാരൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് പോയെങ്കിൽ അതൊരു കണ്ടന്റ് ആക്കേണ്ട കാര്യം ഇല്ല. ഇവിടെ എന്തും വേണ്ടി കണ്ടന്റുകളുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ സീക്രട്ട് ഏജന്റ് ചെയ്തത് അത് ഒരു വൃത്തികെട്ട പരിപാടിയായി പോയെന്നാണ് എൻ്റെയും അഭിപ്രായം. എന്തായാലും നമുക്ക് ഈ റോബിൻ്റെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ, ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇത്രയും കോപ്പീസ് ഞാൻ കൊണ്ടുവന്നിരിക്കുക. എല്ലാവർക്കും ഇൻഡിവിജ്വലി മെയിൻ ടീമിനെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ വേണ്ടി ഇത്രയും കോപ്പീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുക. ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കു റോബിൻ, എന്നിട്ട് സംസാരിക്ക്. അതാണ് അതിന്റെ ഒരു ശരി. വെല്ലുവിളിക്കാൻ തന്നെ വെച്ചോ, നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതെന്റെ അടുത്ത് വേണ്ട, ഞാൻ പേടിക്കും. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഓ, അത് ഭയങ്കരം തന്നെ. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടല് മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. എന്നാലും കാശ് ബാക്കി നിൽക്കിയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവര് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ, ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. നിങ്ങൾ അക്കൗണ്ടിൽ മാത്രമാണോ ക്യാഷ് മേടിച്ചത്? ബൈ ഹാൻഡ് ഒരു ക്യാഷും മേടിച്ചിട്ടില്ലേ? പക്ഷെ അബിലിനോട് സംസാരിക്കുമ്പോൾ ബൈ ഹാൻഡ് ക്യാഷ് മേടിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് അക്കൗണ്ടിൽ വന്ന പൈസയെ കുറിച്ചാണ് റോബിൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവിടെ ഒരു വലിയ ക്ലാരിറ്റി കുറവുണ്ട്. കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാരൻ. റോബിൻ ഈ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്ന ഈ ഒരു കെട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അതിനകത്ത് 1-2 സ്ക്രീൻഷോട്ട്സ് ഞാൻ അവിടെ സൈഡിൽ വയ്ക്കാം. ഇത് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ്. 13 മാർച്ച് 2026 തീയതിയിൽ നടത്തിയ ട്രാൻസാക്ഷനാണ്. ഇതിൽ 2 ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് കൊടുത്തിട്ടുണ്ട്. 2 ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും? 2 മാത്രമായിരിക്കും, മനസ്സിലായോ? 2 ഫ്രം ഒന്നും എവിടെയും വരില്ല. കയ്യിന്ന് പോയടാ ചാർലി, ഇത് വരില്ല. 2 ഫ്രം വരില്ല. പിന്നെ മാത്രമല്ല, റോബിൻ രാധാകൃഷ്ണൻ എന്നാണെങ്കിൽ മുകളിൽ F എന്നല്ല 6 വരിക.
ഇത് വേറൊരു സ്ക്രീൻഷോട്ട്, ഇത് 1 ലക്ഷം രൂപേന്റെ, ഇത് 75,000 രൂപേന്റെ. ഈ 2 സ്ക്രീൻഷോട്ടിലും ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എഫ്, രണ്ടിലും എഫ് അല്ലേ, എഫ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്. യൂഷ്വലി ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ആൾക്കാരുടെ സമയം കളയാനും എന്റെ സമയം കളയാനും ഒക്കെ യൂഷ്വലി ചെയ്യാത്ത ഒരാളാണ്. ഇത് ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നൊരു ആവശ്യകത പലരും ഒക്കെ ചോദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് പോവാതെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഒരാളെ ഇങ്ങനെ അപകീർത്തിപ്പെടുന്ന രീതിയിലൊക്കെ പറയുന്നുള്ളത്. മാർച്ച് 31 ഈ വർഷം മാർച്ച് 31 ഒരു കേസ് ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞത് FIR എത്തുമ്പോഴത്തേക്കും കരഞ്ഞ് കാല് പിടിച്ച് FIR മാറ്റിച്ച് എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചിട്ട് വീണ്ടും പൈസ തരാന്ന് പറഞ്ഞ പിന്നെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെതിരെയാണ്. പിന്നെ എനിക്കെതിരെ സൈബർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. എത്രയോ ആൾക്കാരെ ഇതേ സെയിം ഫോർമാറ്റിൽ പറ്റിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റോബിൻ ഒരു കാര്യം ഓർത്തു, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഞങ്ങൾ പുറത്തോട്ട് വന്ന് ഈ കാര്യം പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ടല്ല, എന്തെങ്കിലും ഭാവി കരിയർ തകർക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതുപോലെ ചതിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്തൊരാളെ നിങ്ങൾ ചതിക്കാതിരിക്കുകയുള്ളൂ. അതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള എയിം. അതുകൊണ്ട് ഞാനിതൊന്നും പിന്നോട്ട് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അമ്മ മരിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എനിക്ക് സാധിക്കും? എനിക്ക് കണ്ണിച്ചോരയില്ലേ മനസാക്ഷിയില്ലെന്ന്. കണ്ണിച്ചോരയും മനസാക്ഷിയും കുറച്ച് കൂടി പോയതെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന അബിലിന്റെ ഒക്കെ അമ്മ കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ഒരാള് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബിലിന്റെ ആരോ മരിച്ചത് കൊണ്ടാണ് അബിന് പൈസ കൊടുക്കാനെന്നും അതുകൊണ്ട് ആ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കാണിച്ചിരിക്കുന്നുണ്ടു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അബിലിന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് വിളിച്ച് ഇത് ചെയ്തോണ്ടേ ഇരുന്നു. അപ്പൊ ശല്യം ചെയ്തോണ്ടേ ഇരുന്നപ്പോഴത്തേക്കും ഞാനായിരുന്നു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, അത്രയും ക്രിറ്റിക്കൽ ആണ് എന്നുള്ള മെസ്സേജ് ഞാനതിപ്പോ ഇവിടെ ഇട്ടേക്കാം. ആ മെസ്സേജസ് പ്രകാരം അപ്പോൾ റോബിന് ഭയങ്കര സ്നേഹമായിരുന്നു. എന്ന് വെച്ചാൽ അയ്യോ അങ്ങോട്ട് വരട്ടെ, ആന്റിയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇതിലല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ പൈസ ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, പൈസ എന്തിനാ കടം ചോദിച്ച് വിളിക്കുന്നത്, ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലുമല്ല, പൈസ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് ഹോസ്പിറ്റലാണെന്നോ അതിന്റെ ഒരു ക്ഷമ കാണിക്കണോ എന്നുള്ളത് പുള്ളിക്കില്ല. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞു. ആ മരിച്ച അമ്മയെ കുറിച്ചാണ്, ആന്റിയെ കുറിച്ചാണ് ഈ അടുത്ത് സ്വന്തം മാതാവ് മരണപ്പെട്ട മാതാവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാതാവിന്റെ വിയോഗത്തിൽ ഒത്തിരി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണൻ ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്, ആ അതിന്റെ അമ്മ മരിച്ചുപോയ അമ്മയെ കുറിച്ച് ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. അപ്പോ ഒന്ന് കേട്ടു നോക്കും. അപ്പോ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തിന്റെ ബേസിസിലാണ് ആൾക്ക് അമ്മ മരിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ, പിന്നെ അമ്മ മരിച്ച് 41 തികയുന്ന സമയം വരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് മരിച്ചിട്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിന്റെ ഇടയ്ക്കാണ് ആളിറങ്ങി സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഇതിപ്പോ വേറൊരു നറേറ്റീവ് ആക്കണം, പൈസ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം ഇതിലോട്ട് എത്തിക്കാതെ വേറൊരു നറേറ്റീവ് ആക്കണം. ഇന്നലെ കണക്കിന് പേപ്പറുമായിട്ട് വന്നില്ലേ, എടുത്ത് വെക്ക്, എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എടുത്ത് പബ്ലിഷ് ചെയ്യുക. പൈസ വാങ്ങിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്, അതില്ല അക്കൗണ്ട് ത്രൂ ഉള്ളതും കൂടെ കാണിച്ചു കൊടുക്ക്. എന്താണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? ട്രൈങ് ടു പ്രൂവ്? പറ്റിക്കുന്നതിനും മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയുണ്ട്. റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് 8 നിലയിൽ പൊട്ടിയൊരു വ്യക്തിയാണ്. BJP ഒരുപാട് ഫണ്ടാണ് ഇവർക്കൊക്കെ ഇറക്കി കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇവരുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഓരോ വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരാളുടെ കൂടെ തന്നെ 5-6 വ്ളോഗേഴ്സാണ് കൂടെ ഉള്ളത്. അവർക്ക് ലക്ഷങ്ങളാണ് ഇവർ കൊടുക്കുക. ഇവർ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഉടനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യണം. ഇവർക്കൊക്കെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇവർ നിർത്തിയിരിക്കുന്നത്. ഈ റോബിൻ ഒരു 1-ാം തരം ഉഡായിപ്പാണ് എന്നുള്ളത് വേദലക്ഷ്മി തന്നെയാണ് പറയുന്നത്. വേദലക്ഷ്മി കൊടുത്ത കാശിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. 40 ലക്ഷം രൂപ റോബിൻ മൊത്തത്തിൽ ഇവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നിട്ട് വലിയ രീതിയിൽ തന്നെ എന്തുകൊണ്ട് ഗീർവാണം മുടക്കുന്നതായി കണ്ട്. സത്യത്തിൽ ഇവൻ ആദ്യം പറഞ്ഞത് ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല, ഞാൻ ആരുടെ നിന്നും മേടിച്ചിട്ടില്ലെന്നാ. സംഭവം തെളിവുകൾ സഹിതം പുറത്തേക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ടപ്പോഴാണ് ഇവൻ ഊത്തൽ പിടിച്ചത്. എന്തായാലും ഇപ്പൊ ബിഗ് ബോസ് താരങ്ങളെ കൊണ്ട് വല്ലാത്തൊരു സങ്കടത്തിലാണ് സോഷ്യൽ മീഡിയ നോക്കുന്ന ആൾക്കാർ. തുറന്നു കഴിഞ്ഞാൽ ഇതാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പൊ ബിഗ് ബോസിന്റെ പുതിയ സീസൺ തുടങ്ങാൻ പോവുകയാണ്. ഇനി ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വരാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.